ഏടാ ഇങ്ങനെ കൊള്ളാമോടാ? ഈ അമരപ്പയറുണ്ടല്ലോ അപ്പ, ഈ അമരപ്പയർ നമ്മുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാമോ അപ്പം എന്താന്ന്? എനിക്കറിയത്തില്ല. ഇല്ലല്ലേ? അപ്പം ഈ അമരപ്പയറുണ്ടല്ലോ, ഇത് കഴിച്ചാൽ നമ്മുടെ ഡോപ്പമൈൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അതുകൊണ്ടാണ് എന്ത്, ഈ അമരപ്പയർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുഞ്ചിരി മുഖത്ത് വരുമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അമരപ്പയർ നമ്മുടെ നാട്ടിൽ പിടിക്കും, നല്ലതായിട്ട് കായ്ക്കുന്ന നമുക്കും വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കൃഷിഭവനല്ല ഇപ്പോൾ ഈ വിത്ത് കിട്ടി. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് നമുക്ക് 2-3 ചൂടോളം കിട്ടി. നമുക്ക് കൃഷിഭവനിൽ 2 അല്ല, ഒരു 3-4 കിട്ടിയായിരുന്നു. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, കിളുക്കത്തിൽ നിന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ ആകെ 2 മൂട്, ഇതിപ്പോൾ 2 മൂടുണ്ട് കണ്ടോ, 2 മൂടുണ്ട്. അപ്പം ഇത് നമുക്ക് പിടിച്ച് കിട്ടി, ബാക്കി എല്ലാം കരിഞ്ഞു പോയി. പക്ഷെ ഇത് കിളുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ നഷ്ടബോധം മനസ്സിലായത്. മറ്റേത് നോക്കണ്ടായിരുന്നല്ലോ, അത് കിളുക്കുമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളിതൊരു ജൂൺ ജൂലൈ മാസത്തിലാണ് കേട്ടെ ഇത്. ഇത് ഏകദേശം ജൂൺ ജൂലൈയിലാണെന്ന് തോന്നുന്നു. അത് ഏത് സമയത്ത് ഏത് കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ്. അതെ. അപ്പോൾ നമ്മളിത് ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് നട്ടത്. പക്ഷേ ഇതിന് അങ്ങനെ പ്രത്യേക സീസണൊന്നും ഇല്ല. ഏത് സീസൺ നട്ടാലും അമരപ്പയർ കിളുക്കും. നമ്മൾ നട്ടിട്ട് ഇത് ഉണ്ടാകാൻ ഇച്ചിരി സമയം എടുക്കും, ഒരു 2 മാസം 2.5 മാസമൊക്കെ എടുക്കും കായ് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ജൂൺ ജൂലൈ നട്ട് കറക്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ നമ്മൾ ഇതിന് കാ പറിച്ചു. അതായത് ഓണത്തിന് നമ്മൾ വിളവെടുത്തത് നമ്മുടെ അമരപ്പയറിൽ നിന്നായിരുന്നു. കാരണം സാമ്പാറിലിടാനും അവിയലിടാനും ഒക്കെ നമ്മുടെ അമരപ്പയർ ഉപയോഗിച്ചു നമ്മൾ. കാരണം ഓണത്തിന് നമ്മൾ ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊട്ട പച്ചക്കറി ആയിരുന്നു പറിച്ചത് ഇതിനകത്ത്. ഞങ്ങൾ ഏകദേശം ഒരു 2 മൂട് അമരപ്പയറാണ് ഈ വർഷം ഞങ്ങൾ നട്ടത്. അപ്പോൾ ഏകദേശം ഇവിടം മുതൽ ഫുള്ള് മേളിൽ ഓരോ മുട്ടിന് കായുമായിരുന്നു. ഇതൊരു 50 എണ്ണമൊക്കെ ഒരു അമരപ്പയറിൽ നിന്ന് കിട്ടുന്നത് പറയുന്നത്. പക്ഷേ ഇത് 50 ഒന്നുമല്ല നമുക്ക് കിട്ടി കേട്ടോ. ഇത് കണ്ടോ എത്ര നോക്കി, ഇതെല്ലാം കരിഞ്ഞു. ഇവിടെ എല്ലാം കായായിരുന്നു, 1, 2 ഇത് കണ്ടോ, ഇതുപോലെ എല്ലായിടം കായായിരുന്നു. ഒരു കൊലയിൽ എങ്ങനെ പോയാലും ഒരു 6-7 എണ്ണം ഉണ്ട്. ഇതുപോലെ കണ്ടോ നിറച്ചും കായായിരുന്നു. ഒരു 6 മാസം ഇപ്പോഴും കണ്ടോ, ഇപ്പോഴും നമുക്ക് ഇത് കായ് വന്നുകൊണ്ടിരിക്കുക. കളയാൻ തോന്നുന്നില്ല കണ്ടോ. 6 മാസമായിട്ട് നമുക്ക് ഇപ്പോഴും കണ്ടോ വിളവ് പറിക്കുക നമ്മൾ വള്ളി കെട്ടി കളയത്തെ. നിങ്ങളും എന്തായാലും വീട്ടിലൊരു അമരപ്പയറിൻ്റെ തൈ മേടിച്ചതാണ്, എന്തായാലും ഉറപ്പായിട്ടും ഇത് കായ്ക്കുകയും ചെയ്യും, നല്ല റിസൾട്ടും ആയിരിക്കും അത്. അപ്പോൾ അമരപ്പയറിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പം പണ്ടുള്ളവർ പറഞ്ഞ് എന്താ കേട്ടിട്ടുള്ളത്? ഇത് തിളപ്പിച്ച്, ഇതിൻ്റെ അമരപ്പയർ തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞു. ശരിയാ. ഈ അമരപ്പയർ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചോണ്ടല്ലോ, ഈ മൂത്ര സംബന്ധമായ പ്രശ്നമുള്ളവർക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാണിത്. അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യത്തില്ല, ഗുണമേ ചെയ്യത്തുള്ളൂ. നമ്മുടെ ശരീരത്തിലെ 2 തരത്തിലെ കൊളസ്ട്രോൾ ഉണ്ട്. ഒന്ന് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും, ഒന്ന് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും. അപ്പോൾ നമുക്കറിയാം ലോ ഡെൻസിറ്റി ആളിച്ചിരി വിഷയക്കാരനാണ്. നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്ക് വരാനൊക്കെ കാരണം ഈ ലോ ഡെൻസിറ്റിയാണ്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണ്ടത് ഹൈ ഡെൻസിറ്റിയാണ്. നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുക, നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുക, അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ കൂട്ടും നമ്മുടെ. അപ്പോൾ അതിനൊരു പരിഹാരമാണ് എന്ത്, നമ്മുടെ ഈ അമരപ്പയറും. അപ്പം ഈ അമരപ്പയർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോ ഡെൻസിറ്റി കൊളസ്ട്രോളിൻ്റെ ലെവൽ, ലിപ്പോപ്രോട്ടീൻ്റെ ലെവൽ കുറയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയുണ്ട്. ഇതിൽ ഫൈബറുണ്ട്, വൈറ്റമിൻ B1 ഉണ്ട്, കോപ്പറുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഈ അയണിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അയണാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സഹായിക്കുന്നത്. അപ്പം അയൺ കണ്ടൻറ്റ്, പിന്നെ നമ്മുടെ RBC റെഡ് ബ്ലഡ് സെല്ലില്ല ചുമന്ന രക്താണുക്കൾ, അതിൻ്റെ എല്ലാം പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അത് ഈ അമരപ്പയർ കഴിച്ചു കഴിഞ്ഞാൽ. ഇത്രയും ഗുണമുള്ള സാധനമാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. കാരണം പലർക്കും അറിയില്ല, ഇത് നട്ടാൽ കിളുക്കുന്നോ ഒന്നും അറിയത്തില്ല. അപ്പം ഇതിൻ്റെ എന്തായാലും എനിക്കറിയുന്ന പല വീടുകളിലും ഇത് നട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അടുത്ത തവണ നടന്നത്? അടുത്ത പ്രാവശ്യം നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഒരു മൂട് മാത്രം, ഒരു മൂട് എന്ന് പറഞ്ഞാൽ 2 തൈകൾ, അതേ നമുക്ക് ഗുണമായിട്ട് കിട്ടിയുള്ളൂ. അടുത്ത പ്രാവശ്യം നമുക്ക് കഴിവിൻ്റെ പരമാവധി ഒരു 6-7 മൂടെങ്കിലും നമുക്ക് നട്ട് വളർത്തി നല്ല നമ്മുടെ ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാം. ഈ വർഷം നമ്മൾ നട്ടില്ല, നമ്മുടെ എല്ലാ പച്ചക്കറിയും നമ്മുടെ പേരുടെ വേണ്ടയ്ക്ക് മൊത്തം ടെറസിൽ നമ്മൾ കൃഷി ചെയ്തു. നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടി. ഇപ്പോൾ ഉണക്കാണ് തൽക്കാലം. ഇനി അടുത്ത ഏപ്രിൽ മാസം ഞങ്ങളുടെ പുതിയ കൃഷി തുടങ്ങുന്നത്. അതാ ഇനിയിപ്പോൾ നമുക്കറിയാം, ഉണക്കിന് നമുക്ക് കൃഷിയൊന്നും പിടിക്കുമല്ലോ. അപ്പം ഇത് കളയാനും പറ്റത്തില്ല. ഇത് കണ്ടോ നിറച്ചും കായാണ് ഇപ്പോഴും. അപ്പോൾ ഒരു 2 മാസം നിൽക്കുമായിരിക്കും അല്ലേ? ഇനി എങ്ങനെ 2 അല്ലെന്നുള്ളൂ, ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിന്നോളും. 2 മാസം നിന്നോളൂ അല്ലേ? ഇത് കണ്ടോ, ഇതിൻ്റെ പൂവ് കണ്ടോ, നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് ഇതിൻ്റെ പൂവ് കണ്ടോ, വയലറ്റ് കളറിലെ ചെറിയ പൂവ് കണ്ടോ. നമ്മൾ ആദ്യമേ ഇത് പൂവ് ഉണ്ടാവും, പക്ഷേ കായ്ക്കാൻ വെച്ച് സമയം എടുക്കും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് നട്ടിട്ട് കിളുത്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പേടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് കായ്ച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ അമരപ്പയർ ഇപ്പം ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ കണ്ടി ഇതുപോലെ മൂത്ത അമരപ്പയറാണ് കിട്ടുന്നത്. പക്ഷെ ഒത്തിരി മൂത്തിട്ടില്ല, എന്നാലും ഓക്കെയാണിത്. കാരണം ഇത് എളുപ്പം വരും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തോരൻ വെച്ചാലോ മെഴുക്കുവരട്ടി വെച്ചാലോ എളുപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നമ്മൾ കടയിൽ പലപ്പോഴും എന്താണ് ഈ മൂത്ത അമരപ്പയറൊക്കെ കിട്ടുന്നത്, അത് നമ്മൾ സാമ്പാരം കിട്ടുമ്പോൾ എന്തെങ്കിലും മാറ്റി വെക്കും, അവിയൽ കിട്ടിയാലും മാറ്റി വെക്കും, നമ്മളത് കഴിക്കാറില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കണം, സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ നമുക്കിതേ ഒന്ന് വിളവെടുക്കാം അല്ലേ? ആയിക്കോട്ടെ. എടുക്കാം അല്ലേ? ആയിക്കോട്ടെ. ഇതുണ്ടോ, നമ്മളിതിപ്പോൾ പറിക്കുമ്പോഴേ നമ്മൾ ഈ കൊല ഫുള്ള് ഇങ്ങനെ എളുപ്പവഴി ഇങ്ങനെ പറിച്ചെടുക്കരുത്. ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ എല്ലാം പിന്നെയും പൂ വരും, ചെറിയ പൂ കണ്ടോ, ഇവിടെ എല്ലാം എന്താ 2-3 കായൽ ഈ ഇവിടുന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ സമയം എടുത്ത് പറിച്ചോണം. ഇത് കണ്ടോ, നമുക്ക് എളുപ്പം തന്നെ ഒറ്റ ഇതാണ് ഇങ്ങനെ പറിച്ചിങ്ങ് എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇത് കണ്ടോ, ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ പറിച്ചെടുത്താലും മതി. ഇത് കണ്ടോ, ഉണ്ടോ, ഇങ്ങനെ പറിച്ചെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ ഈ പൂ കളയാതെ കണ്ടോ, ഇത് നശിപ്പിക്കാതെ വേണം നമ്മൾ പറിക്കാൻ. കണ്ടോ കണ്ടോ, അടുത്ത തവണ ഇതിനകത്തുനിന്ന് കായാവുകയും ചെയ്തോളൂ. അതൊരു തോരനുള്ള ഉണ്ടല്ലേ അപ്പം. ഇത് കണ്ടോ, ഇതൊക്കെ ഇച്ചിരി മൂത്ത് പോയി. കണ്ടോ, ഒരു സുഖമില്ല കേട്ടോ, ഇച്ചിരി മൂത്ത് പോയി. മുറിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പിച്ചാത്തി ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പിടിച്ചിട്ട് 2 തിരി ഇരിച്ചാൽ മതി. കണ്ടോ, ഇത് കണ്ടോ, തിരിച്ച് കഴിഞ്ഞ് സംഭവം ഇങ്ങനെ പോരും. കണ്ടോ, ഇത് കണ്ടോ, നമുക്കിവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഒരു സാമ്പാറിനോ അവയിലിടാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഇത് മതി. ഇത് മതിയല്ലേ? ആ ശരി, ഓക്കെ.